എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന. ഇതിൽ നിന്നുള്ള 200 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഏത് പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്? 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി. 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-നായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9-നായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത്. ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. 1950 ജനുവരി 24-നായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് HC മുഖർജി. HC മുഖർജിയാണ് ഭരണഘടനാ അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ്. ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത്. ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. BN റാവു ആയിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. എപ്പോഴാണ് ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്? 1947 ജനുവരി 22. 1947 ജനുവരി 22-നായിരുന്നു ഭരണഘടനാ അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29-ന്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26. 1949 നവംബർ 26-നായിരുന്നു ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. എന്നാണ് ദേശീയ നിയമദിനം? നവംബർ 26. നവംബർ 26-നാണ് ദേശീയ നിയമദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഭരണഘടനാ അസംബ്ലിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 389. ഭരണഘടനാ അസംബ്ലിയിൽ തുടക്കത്തിൽ
389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ.ബി. കൃപലാനിയായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഭരണഘടനാ രൂപീകരണത്തിനായി എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 22. ഭരണഘടനാ രൂപീകരണത്തിനായി 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ ആരായിരുന്നു? പ്രേം ബിഹാരി നരേൻ റൈസാദയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങൾക്ക് എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിന് മാതൃകയായ രേഖ ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിന് മാതൃകയായ രേഖ. ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? വർഗീയ സംഘർഷവും വിഭജനവുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലി അവതരിപ്പിച്ച ആശയം ഏത്? മൗലികാവകാശങ്ങളായിരുന്നു ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലി അവതരിപ്പിച്ച ആശയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കരട് തയ്യാറാക്കിയത്. ആമുഖം ഇന്ത്യയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖം ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് തീയതിയിലാണ് അംഗീകരിച്ചത്? 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അംഗീകരിച്ചത്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമായിരുന്നു ആമുഖം എന്ന ആശയം കടമെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമായിരുന്നു ഇന്ത്യയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത്. ആമുഖത്തിലെ ഏത് പദമാണ് 1976 42ാം ഭേദഗതിയിലൂടെ ചേർത്തത്? സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി. ആമുഖത്തിലെ ഏത് പദമായിരുന്നു 1976 42ാം ഭേദഗതിയിലൂടെ ചേർത്തത്? സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടത് ഏത് കേസിന് ശേഷമായിരുന്നു? 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷമായിരുന്നു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വമെന്ന നിലയിൽ ആമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ച കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസാണ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വമെന്ന നിലയിൽ ആമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിച്ച കേസ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഭരണഘടനയുടെ ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ പൗരത്വത്തിനുള്ള വ്യവസ്ഥ വിശദമാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ പൗരത്വത്തിനുള്ള വ്യവസ്ഥ വിശദമാക്കിയിരിക്കുന്നത്. പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും നിയന്ത്രിക്കാൻ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏകപൗരത്വം. ഏകപൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വം എടുക്കാൻ എത്ര മാർഗങ്ങളാണ് ഉള്ളത്? 5 മാർഗങ്ങൾ. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വം എടുക്കാൻ 5 മാർഗങ്ങളാണ് ഉള്ളത്. ഇന്ത്യ ഏകപൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നുമാണ് ഇന്ത്യ ഏകപൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. മൗലികാവകാശ ലംഘനമുണ്ടായാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം? ആർട്ടിക്കിൾ 32. മൗലികാവകാശ ലംഘനമുണ്ടായാൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം? ആർട്ടിക്കിൾ 226. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയുമായാണ് സാമ്യമുള്ളത്? മൗലികാവകാശങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായിട്ടാണ് സാമ്യമുള്ളത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് സ്വത്തവകാശം. സ്വത്തവകാശത്തെയാണ് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 368. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് റിട്ടുകൾ. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മാത്രമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ. മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം. 1976 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് ഇന്ത്യയുടെ മിനി ഭരണഘടന, ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 42ാം ഭേദഗതി. 1976 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന ഭരണഘടനയുടെ 42ാം ഭേദഗതിയാണ് ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ മിനി ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം
അയർലൻഡിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കാനുള്ള തീരുമാനം ഏത് അനുസരിച്ചാണ്? നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവത്കരിക്കാനുള്ള തീരുമാനം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? 12 ഷെഡ്യൂളുകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട്? ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ചിഹ്നം എംബ്ലം അംഗീകരിച്ചത് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ചിഹ്നം എംബ്ലം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത്. നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത്. ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്. പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയായിരുന്നു ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. വസന്ത് കൃഷ്ണ വൈദ്യയായിരുന്നു ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ സ്പീക്കർ ഗണേഷ് വാസുദേവ് മാവ്ലങ്കർ. ഗണേഷ് വാസുദേവ് മാവ്ലങ്കറാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ സ്പീക്കറായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പ് വെച്ചത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. 284 അംഗങ്ങളായിരുന്നു ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവും. 2 വർഷം 11 മാസം 17 ദിവസവും കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖം. ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്നത്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ആമുഖം എന്ന ആശയം നിർദ്ദേശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ആമുഖം എന്ന ആശയം നിർദ്ദേശിച്ചത്.
ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്? താക്കൂർദാസ് ഭാർഗവ്. താക്കൂർദാസ് ഭാർഗവായിരുന്നു ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കനയ്യലാൽ മനേക്ലാൽ മുൻഷി. കനയ്യലാൽ മനേക്ലാൽ മുൻഷിയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഏണസ്റ്റ് ബാർക്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കീ നോട്ട് എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ്. ഇന്ത്യൻ ഭരണഘടനയെ ഇപ്രകാരം വിമർശിച്ചത് ആരായിരുന്നു? കെങ്കൽ ഹനുമന്തയ്യ. കെങ്കൽ ഹനുമന്തയ്യ ആയിരുന്നു. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ്. ഇപ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചത്. 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിരുന്നു 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര്? നസീറുദ്ദീൻ അഹമ്മദ്. നസീറുദ്ദീൻ അഹമ്മദായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ പ്രചോദനം ഉൾക്കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ജർമ്മനിയുടെ വെയ്മർ ഭരണഘടനയിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ പ്രചോദനം ഉൾക്കൊണ്ടത് ജർമ്മനിയുടെ വെയ്മർ ഭരണഘടനയിൽ നിന്നുമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്ന 5 രീതികൾ ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തിരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തിരം, ചിരകാലവാസം മുഖേന, കൂടാതെ പ്രാദേശിക സംയോജനം മൂലം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്ന 5 രീതികളാണിത്. പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10. 2019 ഡിസംബർ 10 പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത്. പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത്. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3. ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം 3 ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20ഉം 21ഉമാണ് അടിയന്തരാവസ്ഥക്കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ 7 എണ്ണമായിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണ്? 6. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978. 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനമാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. സ്വത്തവകാശം നിയമാവകാശമാക്കി മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. 1978 44ാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A ആണ് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ്. 44ാം ഭരണഘടന ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആയിരുന്നു 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്. സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് 300A. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനയുടെ ഭേദഗതി 86ാം ഭേദഗതി. 2002 86ാം ഭേദഗതിയാണ് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്.
ഭരണഘടനയിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 23 24. ഭരണഘടനയിൽ ചൂഷണത്തിന് എതിരെയുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 23 24. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടനയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32ലാണ് ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഭാഗം 4A. ഭരണഘടനയുടെ ഭാഗം 4Aയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ നിന്നുമാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ നിന്നുമാണ് ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ നിന്ന് തന്നെയാണ് കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആയിരുന്നത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആയിരുന്നത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്ര? 22 ഭാഷകൾ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 22 ഭാഷകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളുടെ അധ്യായത്തിലെ 2ാം വിപ്ലവത്തിൻ്റെ ഉദയം എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. 86ാം ഭരണഘടനാ ഭേദഗതിയാണ് പൗരന്മാരുടെ അവകാശങ്ങളുടെ അധ്യായത്തിലെ 2ാം വിപ്ലവത്തിൻ്റെ ഉദയമെന്ന് സർക്കാർ വിശേഷിപ്പിച്ചത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് 39D. വകുപ്പ് 39Dയിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17ആണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഭരണഘടനയുടെ എത്രാം വകുപ്പ് പ്രകാരമാണ്? 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് ഭരണഘടനയുടെ 17ാം വകുപ്പ് പ്രകാരമാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭേദഗതി? 24ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭേദഗതിയാണ് 24ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതിക്കാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഉള്ളത്.
വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ ചേർത്ത വകുപ്പ് ഏതാണ്? 21A. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയപ്പോൾ ഭരണഘടനയിൽ ചേർത്ത വകുപ്പാണ് വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത വർഷം 1976. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട സമയത്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയായിരുന്നു അത്. അതിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? 395. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട സമയത്ത് അതിൽ 395 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. അംഗീകരിക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂളുകൾ. അംഗീകരിക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തെ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രതിപാദിക്കുന്നത്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ. ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് പ്രദേശം വേർപെടുത്തി പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3 ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് പ്രദേശം വേർപെടുത്തി പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സീറ്റുകൾ അനുവദിക്കുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 4ാമത്തെ ഷെഡ്യൂൾ. രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സീറ്റുകൾ അനുവദിക്കുന്നത് 4ാമത്തെ ഷെഡ്യൂളിലാണ്. ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ. ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരാൾക്ക് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. 35 വയസ്സാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരാൾക്ക് വേണ്ട കുറഞ്ഞ പ്രായം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? 54. ആർട്ടിക്കിൾ 54 പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സഭകളുണ്ട്? 2 സഭകൾ, ലോക്സഭയും രാജ്യസഭയും. ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 സഭകളാണുള്ളത്, ലോക്സഭയും രാജ്യസഭയും. പാർലമെൻറ്റിൻ്റെ ഏത് സഭയാണ് ജനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നും അറിയപ്പെടുന്നത്? ലോക്സഭ. ലോക്സഭയാണ് ജനങ്ങളുടെ സഭ അഥവാ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നും അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 83. ഭരണഘടനയുടെ 83ാമത്തെ ആർട്ടിക്കിളിലാണ് പാർലമെൻറ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 552 അംഗങ്ങൾ. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 552 അംഗങ്ങളാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 250 അംഗങ്ങൾ. രാജ്യസഭയുടെ
പരമാവധി അംഗബലം 250 അംഗങ്ങളാണ്. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുക? 12 അംഗങ്ങൾ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ സ്ഥാപനം. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിതമായത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് സുപ്രീം കോടതി സ്ഥാപിതമായത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 ആണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 124 2. ആർട്ടിക്കിൾ 124 സബ് ക്ലോസ് 2 ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനെ പറ്റി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട്? 34 ജഡ്ജിമാർ. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ 34 ജഡ്ജിമാരാണ് ഉള്ളത്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാ തലവൻ ഗവർണർ. ഗവർണറാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാ തലവൻ. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 155. ആർട്ടിക്കിൾ 155 പ്രകാരമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 35 വയസ്സ്. 35 വയസ്സാണ് ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. സംസ്ഥാന ഗവർണറാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 164. ആർട്ടിക്കിൾ 164 മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ ഭേദഗതി, 1ാം ഭേദഗതി നിയമം 1951 1ാം ഭേദഗതി നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം എത്ര തരം അടിയന്തരാവസ്ഥകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 3 തരം. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം 3 തരം അടിയന്തരാവസ്ഥകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 352. ആർട്ടിക്കിൾ 352 ഇന്ത്യൻ 52 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് കഴിയുക? 356. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് കഴിയുക. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 360. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. പ്രാരംഭ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലം നിലനിൽക്കും? 6 മാസം. ഓരോ 6 മാസത്തിലും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്താൽ അനിശ്ചിതമായി നീട്ടാവുന്നതുമാണ്. പ്രാരംഭ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ദേശീയ അടിയന്തരാവസ്ഥ 6 മാസത്തോളം നിലനിൽക്കും. ഓരോ 6 മാസത്തിലും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്താൽ അനിശ്ചിതമായി നീട്ടാവുന്നതാണ്. ഭരണഘടനയുടെ 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ. ഭരണഘടനയുടെ 73ാം ഭേദഗതി
പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം ഏത് ആർട്ടിക്കിളിലാണ് വ്യവസ്ഥ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നത്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത്? ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്? 101-ാം ഭേദഗതി നിയമം 2016 101-ാം ഭേദഗതിയിലാണ് ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നത്? ആർട്ടിക്കിൾ 343. ആർട്ടിക്കിൾ 343 ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് സ്വന്തം ഔദ്യോഗിക ഭാഷ സ്വീകരിക്കാൻ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 345. സംസ്ഥാനങ്ങൾക്ക് സ്വന്തം ഔദ്യോഗിക ഭാഷ സ്വീകരിക്കാൻ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 345. ഇന്ത്യൻ ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ ബന്ധപ്പെട്ടിരിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ടാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതി നിയമം 1988. 1988 61-ാം ഭേദഗതി നിയമമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള സംവരണ സീറ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി 104-ാമത് ഭേദഗതി നിയമം 2020. 2020 104-ാമത് ഭേദഗതി നിയമമാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള സംവരണ സീറ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. രാഷ്ട്രപതിയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 239. ആർട്ടിക്കിൾ 239 രാഷ്ട്രപതിയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സ്വന്തമായി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി കൂടാതെ ജമ്മു കശ്മീർ. സ്വന്തമായി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, പുതുച്ചേരി, ജമ്മു കശ്മീർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 324. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ എത്ര തവണ രൂപീകരിക്കുന്നു? ഓരോ 5 വർഷത്തിലും. ഓരോ 5 വർഷത്തിലുമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ധനകാര്യ കമ്മീഷന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നികുതി വിതരണം ശുപാർശ ചെയ്യുക. ധനകാര്യ കമ്മീഷന്റെ പ്രാഥമിക ധർമ്മമാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നികുതി വിതരണം ശുപാർശ ചെയ്യൽ. കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 315. കേന്ദ്ര സംസ്ഥാന
പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 76 സബ് ക്ലോസ് 1. ആർട്ടിക്കിൾ 76 സബ് ക്ലോസ് 1 പ്രകാരമാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148. ആർട്ടിക്കിൾ 148 ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1A. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1A ആണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ. പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ. സാമ്പത്തികവും മറ്റ് വൈകല്യങ്ങളും കാരണം നീതി ലഭിക്കാത്തവർക്ക് സൗജന്യ നിയമസഹായം നൽകാൻ ഭരണകൂടം ക്രമീകരണം ചെയ്യണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 39A. സാമ്പത്തികവും മറ്റ് വൈകല്യങ്ങളും കാരണം നീതി ലഭിക്കാത്തവർക്ക് സൗജന്യ നിയമസഹായം നൽകാൻ ഭരണകൂടം ക്രമീകരണം ചെയ്യണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 39A. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 100 തവണയിൽ കൂടുതൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വിഭജനത്തെ എന്താണ് വിളിക്കുന്നത്? ഫെഡറലിസം. ഫെഡറലിസം എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അധികാര വിഭജനത്തെ വിളിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7ാം ഷെഡ്യൂളിൽ. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 7ാം ഷെഡ്യൂളിലെ 3 ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 7ാം ഷെഡ്യൂളിലെ 3 ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതി നിയമം 1992. 1992 74ാം ഭേദഗതി നിയമമാണ് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി. ഭരണഘടനയുടെ ഏത് ഭാഗത്തായിരുന്നു ജമ്മു കശ്മീരിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ നൽകിയിരുന്നത്? ഭാഗം 21, ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഭാഗം 21 ജമ്മു കശ്മീരിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയിൽ നൽകിയിരുന്നത്. നാഗാലാൻഡ് സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 371A. ആർട്ടിക്കിൾ 371A നാഗാലാൻഡ് സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്ന ആർട്ടിക്കിൾ. സിക്കിം സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 371F. ആർട്ടിക്കിൾ 371F സിക്കിം സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 371. ആർട്ടിക്കിൾ 371 മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അസം, മേഘാലയ, ത്രിപുര, മിസോറാം
എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളുടെ ഭരണത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 244. ആർട്ടിക്കിൾ 244 അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളുടെ ഭരണത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്ന ആർട്ടിക്കിൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.